കത്ത് വിവാദത്തിൽ ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് മടങ്ങുകയാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണെന്നാണ് അദ്ദേഹം. അല്ല, അത് പോരാ. രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ, ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും. അവർക്ക് നിരപരാധിത്വം തെളിയിക്കാമല്ലോ, നിരപരാധികളാണെങ്കിൽ. ഇപ്പം മറുപടി പറയാതെ ഒഴിഞ്ഞു പോകുന്നത് സ്ഥിരം തന്ത്രമാണ്. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരായിട്ടാണ് ഇതുപോലെ ആരോപണം, ഇല്ലാത്ത ആരോപണം വരെ ഉണ്ടാക്കിയ ആളല്ലേ. എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാണ് കോൺഗ്രസ് നേതാക്കൻ. ഉമ്മൻചാണ്ടി സാറിന് വരെ എതിരായി എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളല്ല. ഇതിപ്പോൾ ഒരു കോടതിയിലെ സുപ്രധാനമായ രേഖയായിരിക്കുകയാണ്. ഈ കത്ത് പാർട്ടിയുടെ മുമ്പിൽ കിട്ടിയ കത്താണ്. ഇങ്ങനെയൊരു കത്തില്ലെന്നോ ഈ ആളെ അറിയില്ലെന്നോ ഇവർക്ക് ആർക്കും ഒരു ഡിഫൻസ് ഇല്ല, പ്രതിരോധമില്ല. ഈ ആളെ എല്ലാവർക്കും അറിയാം, ഇവർക്കെല്ലാം ആരോപണ വിധേയരായ എല്ലാവർക്കും അറിയാം. ഈ ആൾ തന്നെ പല പ്രാവശ്യമായിട്ട് ഇവരുടെ കൂടെ പല പരിപാടികളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ലണ്ടനിൽ മണിയടിക്കാൻ പോയപ്പോൾ ഇയാളുണ്ട്. പ്രവാസി ചിട്ടി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോയപ്പോൾ ഇയാളുണ്ട്. അപ്പോൾ വിദേശത്ത് ഇവർ പ്രത്യേകിച്ച് ലണ്ടനിൽ ഏതെല്ലാം കാര്യങ്ങൾക്ക് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇയാളുണ്ട്. ഏറ്റവും സുപ്രധാനമായ കാര്യം, മദ്രാസിലൊരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്ക് പണം വിദേശത്തു നിന്ന് വന്നു അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഈ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്നുള്ള, അതിന് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അതിന് മറുപടി പറഞ്ഞാൽ മതിയാവും. ഇത് ഹവാലയുണ്ട്, റിവേഴ്സ് ഹവാലയുണ്ട്, സാമ്പത്തിക തട്ടിപ്പാണ്. ഉണ്ടല്ലോ, അത് ആരും ചോദ്യം ചെയ്യുന്നില്ലല്ലോ. ആരോപണ വിധേയരായ ഒരാൾ പോലും ഈ രാജേഷ് കൃഷ്ണയെ അറിയില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുന്നില്ല. ഈ ആരോപണ വിധേയരായ ആളുകൾക്ക്, കത്തിലുള്ളവർക്ക് പറയാൻ പാടില്ലേ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വന്നിട്ടില്ല, ഈ അക്കൗണ്ടിൽ നിന്ന്. അല്ല, ഈ കത്ത് പരാതിക്കാരൻ തന്നെ ഫേസ്ബുക്കിൽ കണ്ടിട്ടിരുന്നതായിട്ട് പറയുന്നുണ്ട്. അല്ല, അന്ന് അതിന് ആധികാരികതയില്ലല്ലോ. അന്ന് പാർട്ടിയുടെ കയ്യിൽ മാത്രമല്ലേ കത്തുള്ളൂ, നമ്മുടെ കയ്യിലില്ലല്ലോ. അല്ല, നമ്മുടെ കയ്യിൽ കത്തില്ലല്ലോ. ഇപ്പോഴാണല്ലോ ഒരു ആധികാരികത വരുന്നത്. കോടതിയിൽ ഒരു തെളിവായി ഈ കത്ത് വരുമ്പോഴല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്കല്ലാതെ പറയാൻ പറ്റും ഒരു വ്യക്തി കൊടുത്തിരിക്കുന്ന ഇപ്പം അതല്ലല്ലോ. ഇപ്പം അതിൻ്റെ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയനായ ആൾ തന്നെ ഈ പരാതി ഒരു ഡോക്യുമെൻ്റായിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗൗരവതരമായ ആരോപണം മുതിർന്ന നേതാക്കൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി ഉണ്ടാകും. സ്ഥാനങ്ങളിൽ ഇരുന്നവർക്കെതിരായി ആരോപണമുണ്ട്. അവരൊരു മറുപടിയും പറയില്ല എന്ന് പറയുന്നത് എന്തിനാ? അവർക്കൊരു ബന്ധമില്ലെങ്കിൽ ബന്ധമില്ല എന്നവർ തറപ്പിച്ച് പറയട്ടെ. ഈ പറയുന്നത്, ഈ ഷംസാദ് പറയുന്നത് മുഴുവൻ നുണയാണ്, പച്ചക്കള്ളമാണ്. ഒരു ബന്ധവുമില്ല, ഈ പറയുന്ന കാര്യത്തിലൊന്നും ഞങ്ങൾ പങ്കാളികളല്ല എന്നവർ പറയുന്നില്ലല്ലോ. സാധാരണ ഒരു ആരോപണം വന്നാൽ പോലും ആളുകൾ പറയും. മനസ്സിലായി? ഒരു മറുപടിയില്ല, മറുപടി പറയാൻ തയ്യാറല്ല. കാരണം പാർട്ടിയുടെ മുമ്പിലുള്ള പരാതിയാണ്, പോളിറ്റ് ബ്യൂറോയുടെ മുമ്പിലുള്ള പരാതിയാണ്. അത് മൂടി വയ്ക്കുകയായിരുന്നു. ഞാൻ പിന്നെ കുറച്ചുകൂടി കാര്യം അറിയാം, വരട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം. അല്ല, കത്ത് ചോർന്നത് ആരാണെന്ന് ഇപ്പോൾ ഷംസാദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കത്ത് ആരാണ് ചോർത്തി കൊടുത്തത്, ആരുടെ കയ്യിലാണ് കത്തുള്ളത്, അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആരാണ് ചോർത്തി കൊടുത്തത്. ഞാൻ പറയുന്നത് ഇത് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് ആരോപണം. സാമ്പത്തിക കുറ്റകൃത്യം ആരോപണം വന്നാൽ അന്വേഷിക്കണ്ടേ? അന്വേഷിക്കണം. മനസ്സിലായി? ഹവാലയും റിവേഴ്സ് ഹവാലയും മണി ലോണ്ടറിങ്ങും ആണ് ആരോപണം. ഗുരുതരമായ ഇതാണ്. സംസ്ഥാനത്തെ വിജിലൻസിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല. കാരണം മദ്രാസിലെ കമ്പനിയാണ്, വിദേശത്ത് നിന്ന് പണം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ പുറകിൽ നിൽക്കില്ല സ്റ്റേറ്റ്. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായം സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തൊരു അന്വേഷണം നടത്തണം, ഈ എന്താണ് സംഭവിച്ചതെന്ന്. അല്ലാതെ അസംബന്ധം, അതൊക്കെ സ്ഥിരം എല്ലാവരും പറയണതല്ല. ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ എൻ്റെ മകന് ഈ ആളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയട്ടെ, അങ്ങനെ പറയട്ടെ. ഒരു ബന്ധവുമില്ല എന്ന് പറയട്ടെ, അങ്ങനെ പറയാമല്ലോ. നിരപരാധികളാണ് എല്ലാം എന്ന് പറയാം.